നമ്മൾ പറക്കും ഇത് 2020 ഇവിടെ നമ്മൾ ഇതാ വരുന്നു 2020 ഈ ജനമേ തന്ന കരുത്തേ നമ്മൾ പറക്കും ആം ആദ്മി പാർട്ടിക്കൊപ്പം. ഈ നാട്ടിലെ പാവങ്ങളുടെ തുടിക്കും ശബ്ദമടാ ഇത് ഈ നാടിന്റെ വികസനത്തിൻ ഉയരും ശബ്ദമടാ. ഈ നാട്ടിലെ പാവങ്ങളുടെ തുടിക്കും ശബ്ദമടാ ഇത് ഈ നാടിന്റെ വികസനത്തിൻ ഉയരും ശബ്ദമടാ. കേരളം കാത്തിരുന്ന ചരിത്ര നിമിഷം. ശ്രീ അരവിന്ദ് കെജ്രിവാൾ കേരളത്തിന്റെ മണ്ണിൽ. ഒരു വലിയ കയ്യടിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വികസനം മുരടിച്ച ഒരു നാടിന്റെ ദുരിതം പേറിയ നാളുകളിൽ 2012 മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കിഴക്കമ്പലത്തിന്റെ മണ്ണിൽ 2020 പിറവിയെടുത്തു. പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും തളരാതെ ധീരമായി മുന്നോട്ട് നീങ്ങി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ 76 സീറ്റുകളിൽ സാധാരണക്കാരിൽ നിന്നും ജനപ്രതിനിധികളെ കണ്ടെത്തി നാടിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിലേക്ക് അവരെ തയ്യാറാക്കി. 2020 തന്റെ പ്രയാണം തുടർന്ന് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ കിഴക്കമ്പലം എന്ന നമ്മുടെ കൊച്ചു ഗ്രാമത്തിലേക്ക് ഇന്ത്യ ഒന്നാകെ ഉറ്റുനോക്കുന്നത് നമുക്ക് അഭിമാനത്തോടെ കാണാൻ കഴിയും. 2020യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂരിതമായ ചരിത്ര നിമിഷങ്ങൾക്ക് ഈ ജനസംഗമം സാക്ഷ്യം വഹിക്കുമ്പോൾ നാം ഓരോരുത്തരും അഭിമാനത്തോടെയും ആവേശത്തോടെയും നെഞ്ചിലേറ്റിയ 2020യുടെ പ്രസിഡന്റ് ശ്രീ സാബു എം ജേക്കബ് ഏതൊരു മനുഷ്യനും ഏറ്റെടുത്ത ഉദ്യമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും കേരള ഭരണ പ്രതിപക്ഷ പാർട്ടികൾ വിവിധ അവസ്ഥകൾ സൃഷ്ടിച്ചപ്പോഴും ആ പ്രതിബന്ധങ്ങളെയെല്ലാം സധൈര്യം നേരിട്ട് തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ ജനക്ഷേമവും നാടിന്റെ വികസനവും എന്ന നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം തന്റെ പ്രയാണം തുടരുകയാണ്. കേരളത്തിന്റെ വികസനം എന്ന ബൃഹത്തായ ഉത്തരവാദിത്വം നാം ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതേ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ജനനന്മയ്ക്കും രാജ്യത്തിന്റെ വികസനത്തിനുമായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിയും ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുമ്പോൾ ഈ ജനസംഗമം ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കും. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആം ആദ്മി പ്രവർത്തകർക്കും 2020 പ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഈ ജനസംഗമത്തിലേക്ക് ഹാർദമായ സ്വാഗതം. 2020 was formed in the soil of Kizhakkambalam in 2012, signaling the start of period of a change and transition in the state, which had been tormented and suffering and stagnation. Today, as 2020 continues its glorious journey, we can proudly see the entire country is looking at our small village of Kizhakkambalam, which has created people's representatives in 76 seats from common folk to the seats in Gramak Panchayat, Block Panchayat and District Panchayat, and also in various developmental activities. As this crowd witnessed one of the most glorious historical moments of 2020, Shri Sabu M. Jacob, President of 2020, whom each of us cherish with pride and enthusiasm, continues his journey today with the courage to face all obstacles came on his way without shrinking his responsibilities and stand firm for the cause of our party, the welfare of the people and the development of the Kizhakkambalam and the state. Now, we know that
when the ruling party and the opposition parties attacked him a lot, but he stood straight. Now, the entire gathering is witnessing a historic moment. Shri Arvind Kejriwal and his Aam Aadmi Party joining us today in Janasangamam. Both party has the same vision and mission, that is welfare of the people and the development of the country. Now it's time to welcome each and every one of us gathered over here, all Aam Aadmi Party activists, 2020 activists, all media friends, and all who had gathered here, a warm welcome to Janasangamam. ഒരു ഗ്രാമത്തിന്റെ നന്മയ്ക്കായി ഇരുട്ടിലായ നാടിന്റെ ദുരവസ്ഥക്കെതിരെ വിളക്കണച്ച് മാതൃകാപരമായി സമരം നയിച്ചതിന്റെ പേരിൽ CPMന്റെ ഗുണ്ടകൾ നമ്മുടെ സഹോദരൻ ദീപുവിനെ കൊലപ്പെടുത്തിയപ്പോൾ CPMന്റെ കൊലപാതക രാഷ്ട്രീയം തകർത്തെറിഞ്ഞത് ഒരു യുവാവിന്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണ്. ആ കുടുംബത്തിന്റെ നെടുന്തൂടാണ് നഷ്ടമായത്. ഈ വേളയിൽ പ്രിയ സഹോദരൻ ദീപുവിനെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് മൗന പ്രാർത്ഥന ആചരിക്കാം. You can remain seated. അടുത്തതായി ജനസംഗമം ഔപചാരികമായി വിശിഷ്ടാതിഥികൾ തിരിതെളിയിച്ച് സമാരംഭം കുറിക്കുന്നതാണ്. ഏവരെയും സാദരം ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ക്ഷണിക്കുന്നു. Now I cordially invite everyone to witness this auspicious moment of lighting the lamp by your distinguished guest. അടുത്തതായി രക്തസാക്ഷിയായ ദീപുവിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയ്ക്കായി ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. Shri Arvind Kejriwal is offering flowers in front of the martyrs Deepu. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലാകമാനം ഒരു പുതിയ മാതൃക സമ്മാനിച്ച ജനകീയനും വികസന കാര്യങ്ങളിൽ കർക്കശക്കാരനും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരിൽ ഒരാളായി
പാവപ്പെട്ടവന്റെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത് ശക്തമായ നിലപാടുകളിലൂടെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തി നാടിന്റെ വികസനത്തിനായി നിലകൊള്ളുന്ന അസാധാരണ വ്യക്തിത്വത്തിനുടമ 2020 പ്രസിഡന്റും ഈ ജനസംഗമത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ സാബു എം ജേക്കബിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ അരവിന്ദ് കെജ്രിവാൾ, വിശേഷണങ്ങൾ തെല്ലും ആവശ്യമില്ലാതെ ഡൽഹിയുടെ ജനകീയനായ മുഖ്യമന്ത്രി, ഇന്ത്യക്കാകമാനം മാതൃകയായി വികസനത്തിന് വേറിട്ട വഴികൾ തുറന്ന ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ, ഏറെ അഭിമാനത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മാതൃകാ വില്ലേജില് കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ ജനസംഗമത്തിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാൾ. Shri Arvind Kejriwal, the national convener of Aam Aadmi Party, the popular chief minister of Delhi, who has no claim about opening the door to the development, the model of the whole of India. We warmly welcome you, sir, to the model village of God's own country, to the ground of Kerala, and to this gathering. ആം ആദ്മി പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന പാർട്ടിയുടെ ജനസമ്മതനായ സ്റ്റേറ്റ് കൺവീനർ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ശ്രീ PC സിറിയക് സാറിനെ സ്നേഹത്തോടെ ജനസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ചുമതലയുള്ള നേതാവ് ശ്രീ N രാജ, സുസ്വാഗതം ജനസംഗമത്തിലേക്ക്. അടുത്തതായി സ്വാഗതം പറയാനുള്ളത്, ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ജനസംഗമത്തിലേക്ക് ഈ പ്രതികൂല സാഹചര്യത്തിലും കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആം ആദ്മി പ്രവർത്തകർക്കും 2020 പ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും സർവോപരി കിഴക്കമ്പലം നാട്ടിലെ ജനങ്ങൾക്കും സുസ്വാഗതം ജനസംഗമത്തിലേക്ക്. അടുത്തതായി കിറ്റെക്സ് ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർമാനും കാലത്തിന് മുന്നേ നടന്ന കർമ്മയോഗിയും കിഴക്കമ്പത്തെ പാവങ്ങളുടെ അത്താണിയുമായിരുന്ന MC ജേക്കബ് അവരുടെ സ്മരണകളിലേക്ക് ഒരു നിമിഷം നിങ്ങളെ ഏവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്ത്യയുടെ വ്യാവസായിക ഭൂപടത്തിൽ അതുല്യ സ്ഥാനം നേടിയ, ഇന്നും ഗ്രാമീണതയുടെ നൈർമല്യവും സ്വാഭാവിക ഭംഗിയും നഷ്ടമാകാത്ത ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഗ്രാമം കിഴക്കമ്പലം. കിഴക്കമ്പലത്തിന്റെ വ്യാവസായിക വളർച്ച ഈ ഗ്രാമത്തിലെ ഗ്രാമീണരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു വൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഇന്ന് ദാരിദ്ര്യം പാടെ തുടച്ചു നീക്കപ്പെട്ട ഇന്ത്യയിലെ ഒരു മാതൃകാ ഗ്രാമമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഈ കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ വിസ്മയിപ്പിക്കുന്ന മാറ്റം കിഴക്കമ്പലത്തിന്റെ സൂര്യ തേജസ്സായിരുന്ന MC ജേക്കബ് എന്ന അനശ്വരനായ വ്യക്തിയുടെ 7 പതിറ്റാണ്ട് നീണ്ട കഠിന പ്രയത്നത്തിന്റെ ബാക്കിപത്രമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തീരെ ലഭ്യമാകാതിരുന്ന കിഴക്കമ്പലത്തിൽ വർഷങ്ങളായുള്ള ചിന്തയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഫലമായി 1968 അന്ന അലുമിനിയം കമ്പനി സ്ഥാപിതമായതോടെയാണ് കിഴക്കമ്പലം വ്യാവസായിക രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. എന്തു ചെയ്താലും അത് സമൂഹത്തിനും കൂടി ഉപകാരപ്രദമാകണമെന്ന ഉദ്ദേശശുദ്ധിയോടെ അദ്ദേഹം അന്ന അലുമിനിയം കമ്പനി സ്ഥാപിച്ചപ്പോൾ അത് കിഴക്കമ്പലത്തെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യത കൈവരിക്കാനുള്ള ഒരു മികച്ച സംരംഭമായി മാറി. പരിമിത സാഹചര്യങ്ങളിൽ ആരംഭിച്ച ഈ കമ്പനി അനേകം പ്രതിസന്ധികളെ അതിജീവിച്ച് 1974 ആയപ്പോഴേക്കും 1.5 കോടിയിലധികം വിറ്റുവരവുള്ള ഒരു ബൃഹത് സ്ഥാപനമായി മാറി. അങ്ങനെ ബിസിനസിന്റെ ആദ്യ കാൽവയ്പ് തന്നെ വിജയം വരിച്ചപ്പോൾ അദ്ദേഹം പിന്നീട് കൂടുതൽ സാധ്യതകളുള്ള പുതിയ ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക മേഖലകളിലേക്ക് തിരിഞ്ഞു. ചാക്സൺ,
സാറ സ്പൈസസ്, ഹിറ്റെക്സ് ലിമിറ്റഡ്, ഹിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ്, സ്കൂബി ഡേ ബാഗ്സ്, ട്രാവൽ ഡേ ബാഗ്സ്, എല്ലീസ് ഹെർബൽ എക്സ്ട്രാക്ഷൻ, അങ്ങനെ ശാഖോപശാഖകളായി വളർന്ന MC ജേക്കബിന്റെ സംരംഭങ്ങൾ ഇന്ത്യയിലൊട്ടാകെയുള്ള ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി, ഒപ്പം കിഴക്കമ്പലത്തെ ജനങ്ങളുടെ ജീവിതോപാധിയും. സംരംഭങ്ങൾ ഒരുക്കുന്നതിനിടയിലും രാവും പകലും അറിയാതെയുള്ള അധ്വാനത്തിനിടയിലും അദ്ദേഹം അനേകം അശരണർക്കും രോഗികൾക്കും സ്നേഹവും സാന്ത്വനവും ആശ്രയവുമായി. കാലത്തിനു മുൻപേ നടന്ന് ജീവിതമൊരു സന്ദേശമാക്കിയ ഈ കർമ്മയോഗി 2011 ജൂൺ 5 വിട പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കിഴക്കമ്പലം എന്ന ഗ്രാമത്തിന്റെ സൂര്യതേജസ് അസ്തമിക്കുകയായിരുന്നു. എന്നാൽ MC ജേക്കബ് എന്ന വ്യക്തിപ്രഭാവം കാണിച്ചുകൊടുത്ത വഴിയിലൂടെ മക്കളായ ബോബി M ജേക്കബും സാബു M ജേക്കബും അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികൾക്കായി ഇന്നും പോരാടുകയാണ്. ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാതൃകാ പഞ്ചായത്ത് ആക്കുക എന്ന ഉദ്ദേശത്തോടെ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ വികസന കൂട്ടായ്മ 2020 ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിർവൃതിയിലാണ്. ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ, മികച്ച പഞ്ചായത്ത് ഓഫീസ്, സ്കൂളുകൾ, വില്ലകൾ, പുത്തൻ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ, വിവിധയിനം കൃഷികൾ, റോഡ് വികസനങ്ങൾ, അങ്ങനെ ഈ ഗ്രാമത്തിന്റെ മുഖഛായയും ഗ്രാമവാസികളുടെ ജീവിത രീതികളും മാറ്റിയെഴുതിയ 2020 ഇന്ന് കിഴക്കമ്പലത്തിന്റെ ഹൃദയമിടിപ്പാണ്. കർമ്മം കൊണ്ട് ജീവിതത്തിൽ ഒരു സ്നേഹയാഗമൊരുക്കിയ പ്രിയപ്പെട്ട ചാച്ചന്റെ ദീപ്ത സ്മരണയ്ക്കു മുന്നിൽ 1 കോടി നമസ്കാരം. MC ജേക്കബ് വിജയത്തിന് ഒരു പരിഭാഷ എന്ന പുസ്തകം ശ്രീ ബോബി M ജേക്കബും മുതിർന്ന മാധ്യമ പ്രവർത്തക ശ്രീമതി ഗീതാ ബക്ഷിയും ചേർന്ന് രചിച്ചു. ശ്രീ അരവിന്ദ് കേജ്രിവാളിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകുന്നതിനായി അനാർക്കിടെക്ട്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബോബി M ജേക്കബ് സാറിനെയും ശ്രീമതി ഗീതാ ബക്ഷിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തോമസ് രേഖ് സാറിനെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദ ബുക്ക് MC ജേക്കബ് വിജയത്തിന് ഒരു പരിഭാഷ was co-authored by Shri Bobby M Jacob and senior journalist Geeta Bakshi. We warmly welcome all to the stage and requesting Bobby sir to hand over the book to Shri Aravind ji for launching and requesting Thomas sir to receive the first copy. We wish this book can motivate many readers and help them to successfully transform their life. അടുത്തതായി ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ സാബു M ജേക്കബിനെ ഈ മഹാജന സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. Next, I invite Shri Babu M Jacob, President 2020, to address the gathering for the presidential address. എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കേജ്രിവാൾജി, ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് കൺവീനർ ശ്രീ Sri XR and Aam Aadmi Party Kerala in charge Mr. Raja, 2020 Executive Board Angam Anita, പ്രിയപ്പെട്ട ആം ആദ്മി പ്രവർത്തകരെ,
2020 പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ജനസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അസുലഭ മുഹൂർത്തമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു വ്യവസായിയായ ഞാൻ 10 വർഷം മുമ്പ് തുടങ്ങി വെച്ച 2020 എന്ന ചെറിയൊരു പ്രസ്ഥാനം ഒരു ഗ്രാമത്തെ എങ്ങനെ ഒരു ആധുനിക ഗ്രാമമായി മാറ്റിയെടുക്കാമെന്ന പദ്ധതിയുമായി തുടങ്ങി വെച്ച പ്രസ്ഥാനം ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 75 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മാറി മാറി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ ഭരിച്ചു. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് അവർ നമ്മളെ സമീപിക്കും. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വരി വരിയായിട്ട് നിന്ന് വോട്ട് ചെയ്ത് പലരെയും നമ്മൾ വിജയിപ്പിച്ച് സംസ്ഥാന നിയമസഭയിലേക്ക് അയച്ചു. ഇന്ന് നമുക്കറിയാം, ഈ ഇരിക്കുന്ന ആളുകൾ, നിങ്ങളും ഞാനും അടക്കം, ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാവുന്ന കുടുംബങ്ങളാണ്. ഇത്രയും കാലം മാറി മാറി ഭരിച്ചിട്ടും സാധാരണക്കാരൻ ഇന്ന് സാധാരണക്കാരനായിട്ട്, പാവപ്പെട്ടവൻ ഇന്ന് പാവപ്പെട്ടവനായിട്ട് തന്നെ ഇവിടെ ജീവിക്കുന്നു. അധികാരം കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പാവപ്പെട്ടവൻ്റെ രക്തം ഊറ്റിക്കുടിച്ച് സുഖലോലുപരായിട്ട് ജീവിക്കുന്ന ഒരു പറ്റം രാഷ്ട്രീയക്കാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടിയും 2020യും. ഒരുപാട് സമാനതകൾ ഉള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇതിൻ്റെ രണ്ട് നേതാക്കന്മാരും രാഷ്ട്രീയക്കാരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള സംഗതി. രണ്ടുപേരുടെയും ജീവിതമാർഗം രാഷ്ട്രീയമല്ല, രണ്ടുപേരുടെയും വരുമാനമാർഗം രാഷ്ട്രീയമല്ല. ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മാത്രം രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് ഈ രണ്ടാളുകളും. ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കേജ്രിവാൾജി അദ്ദേഹത്തിൻ്റെ സേവന രംഗത്ത് നിന്ന്, രാഷ്ട്രീയത്തിൻ്റെ അഴിമതി കൂമ്പാരത്തിൽ നിന്ന്, രാഷ്ട്രീയക്കാരുടെ അഴിമതി കണ്ട് മടുത്ത്, മനം മടുത്ത്, പാവപ്പെട്ട ജനങ്ങളുടെ വേദന കണ്ട് സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ഇന്ന് അദ്ദേഹം ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായി മാറിയിരിക്കുന്നു. 2020യുടെ കാര്യത്തിലും വ്യത്യസ്തമല്ല. വ്യവസായി ആയിട്ടുള്ള ഒരു പ്രദേശത്തെ ഒരു വ്യവസായി ആയിട്ടുള്ള ഞാന് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ വേദന കണ്ടുകൊണ്ട്, അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരാണ്. രണ്ടുപേരുടെയും കൊടികളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, ശുദ്ധമായ വെള്ള ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് നീല ലെറ്ററുകളിൽ 2020യും ആം ആദ്മിയും എഴുതിയിരിക്കുന്നു. അത് തന്നെ ഈ 2 രാഷ്ട്രീയ പാർട്ടിക്കാരെയും എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ദില്ലിയിൽ നടക്കുന്ന അത്ഭുതങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. എന്നിട്ടും ആ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലോടുന്നു എന്നുള്ളതാണ് ആ ഭരണത്തിന്റെ ഏറ്റവും വലിയ വിജയം. നമുക്കറിയാം, കേരളത്തിലും ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ദിവസം 5 കോടി രൂപ നഷ്ടത്തിലോടുന്ന ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ
ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പോലും, ഒരു ബസ് പോലും ലാഭത്തിൽ ഓടിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റാണ് 65,000 കോടി രൂപ മുടക്കി കേരളയിലുമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ കോടികൾ ചെലവാക്കി ഒരു മെട്രോ സർവീസ് ഉണ്ടാക്കി. 1 കോടി രൂപ നഷ്ടത്തിലാണ് മെട്രോ സർവീസ് ഓടുന്നത്. വെറും 22 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മെട്രോ സർവീസ് 1 കോടി രൂപ നഷ്ടത്തിലാണ് ഓടുന്നതെങ്കിൽ 523 കിലോമീറ്ററുള്ള കേരളയില് ഈ കേരളത്തിനെ ശ്രീലങ്കയല്ല, ഈ കേരളം എന്നൊരു സംസ്ഥാനമില്ലാത്ത സാഹചര്യത്തിലേക്ക് നീക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് ബസ് പോലും ലാഭത്തിൽ ഓടിക്കാൻ പറ്റാത്ത, ഒരു മെട്രോ സർവീസ് പോലും ലാഭത്തിൽ ഓടിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ഇപ്പോ കേരളയിൽ വികസനത്തിന്റെ പേരിൽ കേരളയിൽ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ നെഞ്ചിൽ കുറ്റിയടിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഡൽഹിയില് വിദ്യാഭ്യാസം സൗജന്യമാണ്. ഗവൺമെന്റ് സ്കൂളുകളില് സ്വകാര്യ സ്കൂളുകളിലേക്കാളും നല്ല വിദ്യാഭ്യാസം അവർക്ക് സൗജന്യമായി കൊടുക്കുന്നു. വെള്ളം ഫ്രീ ആണ്. വെള്ളം 20,000 ലിറ്ററത്തോളം വെള്ളം ഓരോ കുടുംബങ്ങളും പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അവിടെ ആ വാട്ടർ ഡിപ്പാർട്ട്മെന്റും ലാഭത്തിലാണ്. ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡും ലാഭത്തിലാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലോടുന്നു, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു, മെട്രോ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു. കേരള സർക്കാർ അതിനേക്കാൾ വലിയ നഷ്ടത്തിലോടുന്നു. ഒരു ദിവസം 165 കോടി രൂപ കടമെടുത്താണ് ഇന്ന് ഓരോ ദിവസവും കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിവിദൂരമല്ല, കേരളം ശ്രീലങ്കയേക്കാൾ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് വരും. ഇന്ന് നമ്മുടെ കുട്ടികള്, ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കുട്ടികളെല്ലാം ഡിഗ്രി കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ കുട്ടികളെ അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. അവിടുത്തെ ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ടല്ല, ഈ നാടിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഇവിടുത്തെ പുതുതലമുറ ചിന്തിച്ചു പോകുന്നതിൽ തെറ്റില്ല. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ 10 കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 5 കുടുംബങ്ങളിലും അച്ഛനമ്മമാര് അനാഥരായിരിക്കുന്നു. അവരുടെ കുട്ടികള് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്നു. സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ മാറ്റിവെച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പണയത്തിൽപ്പെടുത്തി സ്വന്തം കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവരെ അന്യരാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും അയക്കുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വളർത്തി വലുതാക്കിയ കുട്ടികളെ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം പോലും മേടിച്ച് കുടിക്കാൻ സാധിക്കാതെ ഈ ലോകം വിട്ടു പോകേണ്ടി വന്ന മലയാളികളുടെ ഗതികേടാണ്. ഇന്ന് ഏതാണ്ട് 40 ലക്ഷം യുവാക്കൾ തൊഴിലില്ലാതെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്നു. അപ്പോ 40 വർഷക്കാലം മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ച് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കിയതല്ലാതെ ഇവിടുത്തെ യുവാക്കൾക്കോ പാവപ്പെട്ട കുടുംബങ്ങൾക്കോ ഒന്നും നൽകാൻ പറ്റാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസം വരണം. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മാന്യമായ തൊഴിൽ ചെയ്ത് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം അവർക്ക് കൂടെ ഉണ്ടാക്കണം. ഒരച്ഛനമ്മമാരും കേരളത്തിൽ അനാഥരാവാൻ പാടില്ല. നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ പീരീഡില്
ഏതാണ്ട് 32 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നതെങ്കിൽ കഴിഞ്ഞ രണ്ടാമത് വരവില് 1 വർഷം കൊണ്ട് 12 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. കഴിഞ്ഞ 4 മാസത്തിനുള്ളില് 7 കൊലപാതകങ്ങൾ നമ്മുടെ ദീപുവിനെ അടക്കം കൊലപ്പെടുത്തിയിരിക്കുന്നു. കേരളം മലയാളിയുടെ നാട് കൊലയാളിയുടെ നാടായി മാറിയിരിക്കുന്നു. സാധാരണ മനുഷ്യർക്ക്, സ്ത്രീകൾക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. അപ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കണം, നമുക്കിതിനൊരു മാറ്റം വരണം. ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി, ഇന്ന് ഡെവിൾസ് ഓൺ കൺട്രി ആയി മാറിയിരിക്കുന്നു. ചെകുത്താന്റെ രാജ്യമായി മാറിയിരിക്കുന്നു. ഇതിന് മാറ്റം വരണം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ നന്നായിട്ട് മാന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോ അവരുടെ സാമീപ്യം അവര് നമ്മളോടൊപ്പം ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരണം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് മാറ്റം വരണം. നമുക്ക് ചിന്തിക്കണം. ആം ആദ്മി പാർട്ടിയും 2020 പാർട്ടിയും തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന 2 പ്രസ്ഥാനങ്ങളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് കേരള രാഷ്ട്രീയത്തില്. മാറ്റത്തിന്റെ ശബ്ദം ഇവിടെ ഇന്ന് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി കേജ്രിവാൾജിക്ക് ഈ കേരള മണ്ണിലേക്ക് സ്വാഗതം. ഇവിടെ നിന്നാകട്ടെ നമ്മുടെ തുടക്കം. അദ്ദേഹത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈ കിഴക്കമ്പലത്തെ 2020 ഹൃദയം കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇതൊരു ചരിത്ര നിമിഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, 2020 സംബന്ധിച്ചിടത്തോളം. 2020 വികസന പ്രവർത്തനങ്ങളുമായി ഒരു ദശാബ്ദം പിന്നിടുമ്പോൾ ഇന്ന് 2020 മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ നമുക്കൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ഡൽഹിയുടെ ജനകീയ മുഖ്യമന്ത്രിയാണ്. ആം ആദ്മി പാർട്ടിയുടെ അമരക്കാരൻ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ജി ഈ ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം തർജ്ജിമ ചെയ്ത് തരുന്നതാണ്. This is a historic moment for Kerala. After a decade, the developmental activity by 2020, the People's Chief Minister of Delhi is here with us today. Shri Arvind Kejriwal is stalwart of Aam Aadmi Party. Sir, we cordially invite you to address the gathering. एक बार जोर से मुट्ठी बंद करके, हाथ ऊपर करके पूरे दिल से बोलेंगे, भारत माता की, भारत माता की, इनकलाब, इनकलाब, वंदे वंदे। मंच पे बैठे हुए 2020 के सर्वे सर्वा साबू जी, आम आदमी पार्टी के केरला के कन्वीनर सिरियाक साहब, केरला के हमारे प्रभारी राजा जी,
आरती जी और केरला के कोने कोने से आए हुए इतनी बड़ी संख्या में सभी भाइयों बहनों, माताओं, बुजुर्गों, बच्चों, आई लव यू टू। आप सब लोगों को नमस्कारम। पंजाब से भी आए हुए हैं कुछ लोग। सबसे पहले मैं पूछना चाहता हूं, आप में से कितने लोगों को हिंदी समझ में आती है? मैं हिंदी में बोलूं? ट्रांसलेशन की जरूरत तो नहीं है? पक्का? जिन लोगों को हिंदी नहीं आती है वो अपने पड़ोसी से थोड़ा सा, पड़ोस में जो बैठा उससे बात कर ले। थैंक यू सो मच। मैं आज सोच रहा था, जब मैं यहाँ आया था मुझे बड़ा डर लग रहा था कि मेरे को मलयालम नहीं आती है, मैं कैसे बात करूंगा, इतने अच्छे लोग हैं। तो मैं हिंदी में बात करूंगा। जिन जिन दोस्तों को, भाइयों बहनों को हिंदी नहीं आती वो अपने पड़ोसी से जिसको आती है उससे थोड़ा सा समझ ले। केरला, गॉड्स ओन कंट्री। भगवान केरला से बहुत प्यार करते हैं। भगवान ने सब कुछ दिया केरला को। इतना खूबसूरत केरला, इतना खूबसूरत केरला, इतना खूबसूरत, इतने खूबसूरत लोग, सच ब्यूटीफुल पीपल, इतने खूबसूरत लोग केरला को दिए। भगवान का हमारे ऊपर भी बहुत आशीर्वाद है। खासकर मैं मानता हूं कि मेरे ऊपर भगवान का बहुत आशीर्वाद है। मेरी जिंदगी में कई सारे ऐसे इंसिडेंट्स हुए हैं जो मुझे लगता है किसी मैजिक से कम नहीं है, किसी जादू से कम नहीं है। एक एमएलए बनने के लिए कई लोगों को पूरी जिंदगी घिसना पड़ता है, पूरी जिंदगी मेहनत करनी पड़ती है एक एमएलए बनने के लिए। आज से 10 साल पहले आम आदमी पार्टी को कोई जानता नहीं था, अरविंद केजरीवाल को कोई नहीं जानता था। हमने एक पार्टी बनाई और 1 साल के अंदर दिल्ली के अंदर आम आदमी पार्टी की सरकार बन गई। मैजिक है कि नहीं है? लोग कहते हैं केजरीवाल ने किया। केजरीवाल ने नहीं किया, ऊपर वाले ने किया, ऊपर वाले ने किया, भगवान ने किया, ऊपर वाले का करिश्मा है। और फिर एक बार सरकार नहीं बनी, 3 बार दिल्ली के अंदर सरकार बन गई, 3 बार दिल्ली के अंदर सरकार, और फिर पंजाब के अंदर सरकार बन गई। अब केरला में बनानी है कि नहीं बनानी? किस किस को केरला में सरकार बनानी है हाथ खड़े करें। उधर से लोग हाथ खड़े नहीं कर रहे। हम लोग सच्चाई के रास्ते पे चल रहे हैं, हम लोग ईमानदारी के रास्ते पे चल रहे हैं, हम लोग इंसानियत के रास्ते पे चल रहे हैं। इसलिए ऊपर वाला हमें साथ दे रहा है, इसलिए ऊपर वाले का हमारे को आशीर्वाद है। जैसा मैंने कहा, मेरी जिंदगी में कई ऐसे इंसिडेंट्स हुए। कई बार लगता है कि मैजिक हुआ। एक बार जब हम अन्ना हजारे जी के साथ भ्रष्टाचार का आंदोलन कर रहे थे, पहले अन्ना जी फास्ट पे बैठे, फिर मैंने 15 दिन का फास्टिंग किया, 15 दिन का अनशन किया, 15 डेज। मैं डायबिटीज का मरीज हूं, शुगर की बीमारी है, डेली इंसुलिन लेता हूं, 50 यूनिट्स ऑफ इंसुलिन। डायबिटीज का मरीज
अगर 3 घंटे खाना ना खाए तो उसकी शुगर बहुत गिर जाती है और उसकी डेथ भी हो सकती है। तो जब मैंने 15 दिन का अनशन किया तो सारे डॉक्टर्स ने कहा कि ये जिंदा नहीं बचेगा। एक डायबिटीज का मरीज इतना लंबा फास्टिंग नहीं कर सकता, इसकी शुगर गिर जाएगी, ये मर जाएगा। पर मैं तो जिंदा खड़ा हूं आप लोगों के सामने। ये ऊपर वाले का आशीर्वाद है। आप में से कितने लोग भगवान पे यकीन रखते हैं? जरा हाथ कर। कौन कौन भगवान को मानता है? भगवान का आशीर्वाद है हमारे ऊपर। अभी दिल्ली में जब हमने चुनाव लड़े, हमारी नई नई पार्टी थी, पैसे भी नहीं थे हमारे पास, गरीब पार्टी थी, गरीब लोग थे, कैंडिडेट्स भी नहीं थे। दिल्ली में बड़े बड़े 4 टाइम एमएलए, 5 टाइम एमएलए, मिनिस्टर्स, शीला दीक्षित उस टाइम थी। और हमारे कैंडिडेट क्या थे? एक शालीमार बाग जैसे एक कंस्टिट्यूएंसी, वहां से एक हाउसवाइफ खड़ी हुई, उसने 4 टाइम एमएलए को हरा दिया। एक स्टूडेंट खड़ा हुआ अखिलेश त्रिपाठी मॉडल टाउन से, उसने 4 टाइम एमएलए को हरा दिया। अभी पंजाब में इलेक्शन हुए, चरणजीत सिंह चन्नी जो कि पंजाब के मुख्यमंत्री हैं, उनको पता किसने हराया? एक मोबाइल शॉप में काम करने वाले टेक्नीशियन ने। मोबाइल शॉप में काम करने वाले टेक्नीशियन ने पंजाब के मुख्यमंत्री को हरा दिया। ये ऊपर वाले का कमाल है कि नहीं है? ऊपर वाले का कमाल है। एक कंस्टिट्यूएंसी अमृतसर में, एक कंस्टिट्यूएंसी में नवजोत सिंह सिद्धू खड़े हुए, उधर अकाली दल से मजीठिया बहुत बड़े, बहुत पावरफुल पॉलिटिशियन है अकाली दल के, बादल साहब के साले साहब लगते हैं मजीठिया। उन दोनों को एक कंस्टिट्यूएंसी से एक हमारी छोटी सी कार्यकर्ता ने हरा दिया, एक लेडी है। जब आप सच्चाई के रास्ते पे चलते हो, जब आप ईमानदारी से काम करते हो, तो ऊपर वाला आपका साथ देता है। ये इस दुनिया की सारी ताकतें आपका साथ देती हैं। आज देश की राजनीति बहुत खराब हो गई है, बहुत ज्यादा खराब हो गई। इतना करप्शन, इतना लूट है कि नहीं है? गुंडागर्दी, चारों तरफ करप्शन ही करप्शन है। हमें राजनीति करनी नहीं आती। मुझे साबू साहब बहुत अच्छे लगे क्योंकि इनको भी राजनीति करनी नहीं आती। हमें ये गुंडागर्दी करनी नहीं आती, हमें ये करप्शन करना नहीं आता, भ्रष्टाचार करना नहीं आता हम लोगों को। हम पिछले 7 साल से मैं दिल्ली में सरकार चला रहा हूं। हम धर्म के हिसाब से सरकार चला रहे हैं, पुण्य के हिसाब से सरकार चला रहे हैं, भगवान द्वारा दिखाए हुए रास्ते के हिसाब से सरकार चला रहे हैं। हम लोग ईमानदारी से सरकार चला रहे हैं। सबसे पहले हमने दिल्ली में क्या किया? हमने करप्शन खत्म कर दिया दिल्ली में। पहले दिल्ली में अगर आपको कोई भी काम कराना होता था सरकार से, आपको राशन कार्ड बनवाना है, आपको बिजली का कनेक्शन लेना है, पानी का कनेक्शन लेना है, आपको कास्ट सर्टिफिकेट बनाना है, बर्थ सर्टिफिकेट, डेथ सर्टिफिकेट, हर चीज में रिश्वत देनी पड़ती थी। देनी पड़ती है यहां पे कि नहीं देनी पड़ती है? केरला में करप्शन है कि नहीं है? दिल्ली में सबसे पहले हमने आम आदमी के करप्शन को खत्म किया। अब दिल्ली में आपको सरकार से कोई भी काम कराने के लिए पैसे नहीं देने पड़ते, आपका काम घर आके सरकार करके जाती है। हमने कैसे किया? हमने एक टेलीफोन नंबर जारी कर दिया 1076। आप दिल्ली जाएं तो फोन करना उस नंबर पे। अगर आपको सरकार से कोई भी काम कराना है, आप उस नंबर पे कॉल करो,
वहां से आवाज आएगी कि आपको सरकार से क्या काम कराना है। मान लीजिए आपको बिजली का कनेक्शन लेना है, आप बोलो मुझे बिजली का कनेक्शन लेना है। वो आपको बताएंगे कि बिजली का कनेक्शन लेने के लिए ये डॉक्यूमेंट्स चाहिए। फिर वो आपसे पूछेंगे कि आपको बिजली का कनेक्शन देने के लिए हम आपके घर कितने बजे आएं। आपको गवर्नमेंट डिपार्टमेंट जाने की जरूरत नहीं है, आपको छुट्टी लेने की जरूरत नहीं है, आपको लाइन में लगने की जरूरत नहीं है, आपको दलालों के चक्कर काटने की जरूरत नहीं है, आपको किसी ऑफिसर को रिश्वत देने की जरूरत नहीं है। गवर्नमेंट आपके घर आके आपका काम करके जाती है, आपका कनेक्शन देके जाती है। केरला में होना चाहिए कि नहीं होना चाहिए? हमने बड़े लेवल पे भी करप्शन खत्म किया। पहले क्या होता था, 100 करोड़ का प्रोजेक्ट 1000 करोड़ का बनाते थे ऑफिसर्स, 1000 करोड़ का बनाते थे। ये सारा पैसा खा जाते थे, पॉलिटिशियन भी खा जाते थे, नेता भी खा जाते थे, ऑफिसर भी खा जाते थे। अब दिल्ली में ईमानदार सरकार आई, हमने एक एक प्रोजेक्ट में पैसा बचाना चालू किया। और पैसा बचा के क्या किया? दिल्ली में बिजली फ्री कर दी। दिल्ली में आज 24 घंटे बिजली आती है, पावर कट नहीं लगते। पहले जब हमारी सरकार बनी थी उसके पहले 8-8 घंटे के पावर कट लगते थे, पूरा बिजली नहीं आती थी, वोल्टेज फ्लक्चुएशन होते थे। और इतनी महंगी बिजली थी, 5,000 10,000 रुपए एक आदमी का बिल आता था बिजली का। 5 साल में हमने बिजली 24 घंटे कर दिया। दिल्ली में इन्वर्टर की दुकानें बंद हो गई हैं, जनरेटर की दुकानें बंद हो गई हैं। इन्वर्टर मिलता नहीं है वहां पे, इन्वर्टर बिकता ही नहीं है, जनरेटर बिकता ही नहीं है, इन्वर्टर की दुकानें बंद, जनरेटर। 24 घंटे बिजली आती है और फ्री में बिजली आती है। फ्री बिजली चाहिए नहीं चाहिए केरला को? जिसको फ्री बिजली चाहिए दोनों हाथ खड़े करके बताइए। फ्री बिजली चाहिए? हो सकता है, हो सकता है। दिल्ली में करके दिखाया, यहां भी हो सकता है। एक ही शर्त है, ईमानदार सरकार चाहिए। दिल्ली में हमने, दिल्ली के 2 करोड़ लोग हैं। हर आदमी के लिए, हर औरत के लिए, हर बच्चे के लिए, चाहे इस धर्म का हो चाहे उस धर्म का हो, चाहे इस जाति का हो चाहे उस जाति का हो, चाहे अमीर हो चाहे गरीब हो, हर आदमी का सारा इलाज हमने मुफ्त कर दिया। आपको अगर बुखार है, आपके घर के पास हमने मोहल्ला क्लिनिक खोल, मोहल्ला क्लिनिक सुना आप लोगों ने? हमने आपके घर के पास मोहल्ला क्लिनिक खोल दिया। मोहल्ला क्लिनिक में जाइए, दवाई लेके आइए, दवाई फ्री, टेस्ट फ्री, डॉक्टर फ्री, सब फ्री। आपको कैंसर हो गया मान लीजिए, आपकी किडनी खराब हो गई, किडनी ट्रांसप्लांट कराना है, आपको कोई बड़ा ऑपरेशन कराना है, 30 लाख रुपए 40 लाख रुपए का भी अगर खर्चा आएगा, चिंता करने की जरूरत नहीं है, दिल्ली सरकार सारा पैसा देती है। हर आदमी का, हर दिल्ली के हर नागरिक का सारा इलाज, सबका इलाज सरकारी हॉस्पिटल में मुफ्त है। दोस्तों आप सोच के देखो, जिन जिन लोगों का, एक मैंने देखा है बहुत गरीब लोगों को, अगर गरीब के घर में तो छोड़ो, मिडिल क्लास के घर में भी अगर कोई बड़ी बीमारी हो जाए, भगवान ना करे किसी को बीमारी हो, हार्ट की बीमारी हो जाए, ब्रेन की बीमारी हो जाए, कैंसर हो जाए, आज प्राइवेट अस्पतालों में इतना महंगा हो गया इलाज की जमीन बिक जाती है, सारी सेविंग्स बिक जाती है, सारी ज्वेलरी बिक जाती है। होता है कि नहीं होता है? जिन लोगों का हमने इलाज कराया, डेली दिल्ली के अंदर इतने लोग अस्पतालों में इलाज कराने जाते हैं, कितनी दुआएं देते हैं वो लोग हमें, कितना आशीर्वाद देते हैं हमें। यही तो भगवान की सच्ची पूजा है कि नहीं है? यही तो भगवान की सच्ची पूजा है, यही तो धर्म है। 7 साल में मैंने कुछ नहीं कमाया, लोगों की दुआएं कमाई है, बहुत कमाई है लोगों को, बहुत दुआ देते हैं लोग।
बहुत दुआ देते हैं लोग, और उन्हीं की वजह से आज पूरे देश के अंदर दिल्ली मॉडल की चर्चा हो रही है। पहले दिल्ली के सरकारी स्कूल बहुत खराब थे। 16 लाख बच्चे दिल्ली के सरकारी स्कूलों में पढ़ते हैं। इतने खराब स्कूल, दीवारें टूटी हुई थी, छत टूटी हुई थी, डेस्क नहीं थे, टीचर आते नहीं थे, बच्चे भी आते थे 1 घंटे में घर भाग जाते थे, टॉयलेट्स नहीं थे, पीने का पानी नहीं था, इतना बुरा हाल था। 16 लाख बच्चों का भविष्य पूरी तरह से खराब था। एक मजदूर का बच्चा, रिक्शे वाले का बच्चा, ये लोग भेजते हैं अपने बच्चों को सरकारी, उनका भविष्य यही था, मजदूर का बच्चा मजदूर बनेगा, रिक्शे वाले का बच्चा रिक्शे वाला बनेगा। 5 साल में आके हमने सरकारी स्कूलों को शानदार बना दिया। बहुत अच्छे स्कूल हो गए हैं सरकारी स्कूल। अगर मैं सरकारी स्कूलों की तारीफ करूंगा, आपको लगेगा कि अपने स्कूल की तारीफ कर रहा है। इस साल दिल्ली के सरकारी स्कूलों के रिजल्ट्स, दिल्ली के सरकारी स्कूलों के बोर्ड के एग्जाम के रिजल्ट्स 99.7% आए हैं। भारत के इतिहास में आज तक कभी नहीं हुआ। स्कूल इतने अच्छे हो गए हैं, इस साल 4 लाख बच्चों ने अपने नाम प्राइवेट स्कूलों से कटा के सरकारी स्कूल में कराए हैं। आप सोच के देखो, ये 16 लाख बच्चे और इन 16 लाख बच्चों के माँ बाप हमें कितनी दुआएं देते हैं। ये तो असली भगवान का काम है कि नहीं है? यही असली भगवान की पूजा है। और क्या होता है? दूसरों की सेवा करना। जब से हमारी सरकार बनी है, हम केवल और केवल धर्म के अनुरूप पुण्य कमा रहे हैं, धर्म के अनुरूप काम कर रहे हैं। आज मैं ये देख रहा था, दिल्ली में आज अगर एक गरीब आदमी, मिनिमम वेजेस दिल्ली में 15,000 रुपए के करीब है, एक गरीब आदमी को जिसको मिनिमम वेज मिलते हैं 15,000 रुपए, वो बड़े आराम से गुजारा कर लेता है। उसके बच्चों की स्कूलिंग फ्री है, घर में सारा इलाज फ्री है, सरकार उसको मुफ्त राशन देती है, उसका ट्रांसपोर्ट फ्री है, महिलाओं का ट्रांसपोर्ट फ्री है, बिजली फ्री है, पानी फ्री है। और ये मुश्किल नहीं है, ये केवल इसलिए है क्योंकि दिल्ली के अंदर आज एक ईमानदार सरकार है। मेरी जिंदगी का तो एक ही मकसद है। मुझे लगता है हमारे देश के लोग बहुत अच्छे हैं। हमारे देश में इतने अच्छे लोग हैं, बाहर जाते हैं, विदेशों में जाते हैं, हम सुनते हैं, जितनी मल्टीनेशनल कंपनीज उठा के देख लीजिए, टॉप के ऊपर आपको इंडियन बैठा हुआ मिलेगा कहीं ना कहीं। देश के अंदर इतनी अच्छी अच्छी स्टोरी सुनते हैं, कैसे लोग अपने स्पेयर टाइम में बच्चों को पढ़ा रहे हैं, कोई किसी की मदद कर रहा है, कोई कुछ कर रहा है, कोई कुछ कर रहा है। इन सारे 130 करोड़ लोगों को जोड़ के हमें अब एक अलायंस बनाना है। इस देश के अंदर 130 करोड़ लोगों का अलायंस बनाना है। हमें राजनीति करनी नहीं आती, हमें भ्रष्टाचार करना नहीं आता, हमें दंगे करने नहीं आते। अगर आपको राजनीति चाहिए, इनके पास चले जाओ। अगर आपको दंगे चाहिए, इनके पास चले जाओ। अगर आपको भ्रष्टाचार, करप्शन चाहिए, इनके पास चले जाओ। अगर आपको तरक्की चाहिए, स्कूल चाहिए, हॉस्पिटल चाहिए, तो आप हमारे पास आ जाओ। आज इतनी बेरोजगारी है, इतनी बेरोजगारी है चारों तरफ। दिल्ली में पिछले 5 साल में हमने 12 लाख बच्चों को नौकरियां दी हैं। 12 लाख बच्चों को, 1.2 मिलियन दी जा सकती है, पॉसिबल है। मैंने सुना अभी साबू जी बोल रहे थे, यहां पे 40 लाख बच्चे तो एम्प्लॉयमेंट एक्सचेंज में रजिस्टर्ड है, अनएम्प्लॉयमेंट है। ये दूसरी पार्टी वाले आपके बच्चों को कभी नौकरी नहीं देंगे, ये आपके बच्चों को कभी शिक्षा नहीं देंगे। क्यों? इनको अपनी पार्टी में दंगे कराने के लिए, लफंगई कराने के लिए लोग चाहिए।
ये दूसरी पार्टी वाले आपके बच्चों को कभी नहीं पढ़ाएंगे, कभी अच्छी नौकरी नहीं देंगे, क्योंकि इनको दंगे कराने हैं, लफंगाई करानी है, गुंडागर्दी करनी है। हम लोग शरीफ लोग हैं, हमें गुंडागर्दी नहीं करनी है, करनी भी नहीं आती, हमें करनी भी नहीं है। मैंने साबू साहब के बारे में काफी सुना था पहले। बहुत बड़े उद्योगपति हैं, बहुत सक्सेसफुल बिजनेसमैन हैं, बहुत बड़े इंडस्ट्रियलिस्ट हैं। इतने बड़े इंडस्ट्रियलिस्ट को एक पंचायत के अंदर आके काम कराने की क्या जरूरत थी? है कि नहीं है? है कि नहीं है? इतने बड़े इंडस्ट्रियलिस्ट को आज हमारे देश में जितने इंडस्ट्रियलिस्ट हैं, कोई कहता है मैं नंबर 1 बन गया, कोई कहता है दुनिया का नंबर 5 में आ गया, कोई होड़ लगी हुई है, हवस लगी हुई है उन लोगों को। ये एक ऐसा शख्स है जो बिजनेसमैन होते हुए कहता है मैं पंचायत की सड़क बनवाऊंगा, वो कहता है मैं गरीबों को उनके घर दूंगा। आज मैं गया इनका काम देखने के लिए, अभी तक तो सुना था, मैं अभी वहीं से आ रहा हूं, इनका काम देख के आ रहा हूं। ये लोगों को सस्ता सामान देते हैं, महंगाई से बचाते हैं। उस पंचायत की इन्होंने सड़कें इतनी अच्छी कर दी, स्कूल अच्छा कर दिया। पहले उस पंचायत पे 36 लाख रुपए का घाटा था, आज उस पंचायत के 14 करोड़ रुपए बैंक में फिक्स डिपॉजिट में। कमाल है, कमाल है। इनको भी राजनीति करनी नहीं आती, ये भी धर्म का काम कर रहे हैं। ये जितना काम कर रहे हैं धर्म का काम कर रहे हैं, पुण्य का काम कर रहे हैं, ऊपर वाले का काम कर रहे हैं। ही इज डूइंग गॉड्स वर्क। कर रहे हैं कि नहीं कर रहे हैं? मैं बहुत इंप्रेस हुआ इनका काम देख के। और जैसे मैंने कहा, हमारा तो मकसद है इस देश के सारे अच्छे लोगों को जोड़ना। तो मुझे आज बड़ी खुशी है कि आम आदमी पार्टी और 2020 पार्टी का केरला के अंदर गठबंधन होने जा रहा है। अब हम सब लोगों को मिलके केरला को बदलना है। पहले दिल्ली को बदला, फिर पंजाब के लोगों ने मौका दिया, अब केरला बदलना है कि नहीं बदलना? थैंक यू सो मच। എല്ലാവർക്കും നമസ്കാരം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ? കേരളത്തിൽ വരാൻ പറ്റിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് ദൈവത്തിന്റെ മനോഹരമായ നാടാണ്. അതുപോലെ ദൈവം എന്നോടും ആം ആദ്മി പാർട്ടിയോടും പ്രത്യേകമാം വിധം കരുണ കാട്ടിയിരിക്കുന്നു. വളരെ അസാധാരണവും അവിശ്വസനീയവുമായ നിരവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില നേതാക്കൾ ഒരു MLA ആകണമെങ്കിൽ പോലും അവരുടെ ജീവിതം മുഴുവനും ചെലവഴിക്കേണ്ടതായി വരും. എന്നാൽ ആം ആദ്മി പാർട്ടി തുടർച്ചയായി 3 തവണ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചു. ഇപ്പോൾ പഞ്ചാബിലും സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. ഒരു പ്രമേഹ രോഗി ആയിരുന്നിട്ട് കൂടി ഇന്ത്യ എക്സ്റ്റൻഷൻ കറപ്ഷൻ ക്യാമ്പയിൻ കാലത്ത് 15 ദിവസം ഞാൻ നിരാഹാര അനുഷ്ഠിച്ചിട്ടുണ്ട്. 15 ദിവസം പട്ടിണി കിടന്നിട്ടും ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇത് തീർച്ചയായും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് പണവും മറ്റ് വിഭവങ്ങളും ഇല്ലാതിരുന്നതിനാൽ ഞങ്ങൾക്കൊപ്പം ആളുകൾ കുറവായിരുന്നു. ഞങ്ങൾക്കൊപ്പം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും വിജയിച്ചവരും സാധാരണക്കാർ മാത്രമായിരുന്നു. ഇതൊക്കെ സംഭവിച്ചത് ഞങ്ങൾ അത്യാഗ്രഹികളും അധികാരക്കൊതിയുള്ളവരും അല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടിയും അർപ്പണ മനോഭാവത്തോടു കൂടിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉള്ളതും ഉയരത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാനാകുന്നതും. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ സർക്കാർ 49 ദിവസം മാത്രമാണ് നിലനിന്നത്. കോൺഗ്രസിനൊപ്പം ചേർന്ന് ഞങ്ങളുടെ തത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഞങ്ങൾ രാജിവെച്ചു. ഞങ്ങൾ നിലനിൽക്കുന്നത് അധികാരത്തിന് വേണ്ടിയല്ല. രാജ്യത്തിന്റെ രാഷ്ട്രീയം അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലായിടത്തും ഗുണ്ടാ സംഘങ്ങളും കുറ്റവാളികളുമുണ്ട്. എല്ലാ ദിവസവും കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളിലും ഏർപ്പെടുന്ന ഗുണ്ടാ സംഘങ്ങളും ഗുണ്ടകളും നിറഞ്ഞതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. ഒരു സാധാരണക്കാരന്റെ ജീവിതം ഇവർ ബുദ്ധിമുട്ടാക്കുന്നു. അവർ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഈ പാർട്ടികളും അവരുടെ നേതാക്കളും പൗരന്മാർക്ക് ഭാരമായി മാറിയിരിക്കുകയാണ്. മറുവശത്ത് രാഷ്ട്രീയം എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ദൈവഹിതം പിന്തുടരുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധികാരത്തിൽ വന്നയുടൻ ഞങ്ങൾ അഴിമതി ഇല്ലാതാക്കി. മുമ്പ് സർക്കാർ ഓഫീസുകളിൽ നിന്നും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അഴിമതി ഇല്ലാതാക്കി ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചു. ഞങ്ങൾ സർക്കാരിനായി ധാരാളം പണം ലാഭിച്ചു. മുമ്പ് 100 കോടിയുടെ പ്രവൃത്തിക്ക് സർക്കാർ 1000 കോടിയുടെ ടെൻഡർ നൽകിയിരുന്നു. ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കിയും പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കിയും ഞങ്ങൾ ധാരാളം പണം ലാഭിച്ചു. ഡൽഹിയിൽ ഇപ്പോൾ 24 മണിക്കൂർ സൗജന്യ വൈദ്യുതി ഉണ്ടെന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? തികച്ചും 0 രൂപയുടെ വൈദ്യുതി ബില്ലാണ് ആളുകൾക്ക് ലഭിക്കുന്നത്. ഡൽഹിയിലെ ഓരോ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്താൻ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസവും ലോകോത്തര ആരോഗ്യ സേവനവും നൽകി. ജനങ്ങൾക്കായി നിരവധി തൊഴിലവസരങ്ങളും ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മിനിമം വേതനം ലഭിക്കുന്ന ദരിദ്രരിൽ ഏറ്റവും ദരിദ്രർക്ക് ഡൽഹിയിൽ സമാധാനപരമായ ജീവിതം നയിക്കാനാകും. ലോകത്തെ 1-ാം നമ്പർ രാഷ്ട്രമായി ഇന്ത്യയെ നയിക്കുക എന്നാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതുപോലെ സാബുജിയും 2020യും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹം ചെയ്യുന്നതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ പണം ജനങ്ങളുടെ ക്ഷേമത്തിനായി ചെലവഴിക്കുന്നുവെന്ന് അദ്ദേഹം ഉറപ്പാക്കുന്നു. അഴിമതിയില്ല. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു അഴിമതി രഹിത പാർട്ടിയുടെ വാർഷിക ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, കലാപങ്ങൾ ഉണ്ടാക്കുകയും ക്രിമിനൽ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. മറ്റൊന്ന്, ആം ആദ്മി പാർട്ടി, 2020 തുടങ്ങിയ പാർട്ടികളാണ്. സത്യസന്ധരും സൗമ്യരും നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുകയും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. നമ്മൾ ഏതു പക്ഷത്തായിരിക്കണമെന്ന് ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇപ്പോൾ നമ്മുടെ കടമയാണ്, നിങ്ങളുടെ കടമയാണ്. നിങ്ങൾക്ക് കലാപങ്ങളും കുറ്റകൃത്യങ്ങളും വേണമെങ്കിൽ മറ്റു കക്ഷികൾക്കൊപ്പം പോകാം. നിങ്ങൾക്ക് വികസനവും ജീവിത നിലവാരവും വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിയെയും 2020 പാർട്ടിയെയും തിരഞ്ഞെടുക്കുക. ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ നല്ലവരാണ്. നമ്മുടെ നല്ല ഭാവിക്കായി നമ്മുടെ രാജ്യത്തെ 130 കോടി പൗരന്മാരുടെ ഒരു സഖ്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ ഏവരെയും അതിനായി സ്വാഗതം ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം. He is a blazing dawn in the Indian politics. Shri Arvind Kejriwal sir, we would like to thank you from the bottom of our heart. The entire Kerala has enriched by your presence through this Janasangamam. Thank you so much, sir. അടുത്തതായി കേരളം ഉറ്റുനോക്കിയ ധന്യ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുത്തൻ സമവാക്യങ്ങൾ എഴുതപ്പെടാൻ നിമിഷങ്ങൾ മാത്രം. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനർ ശ്രീ അരവിന്ദ് കെജ്രിവാൾ സാറിനെയും 2020യുടെ പ്രസിഡന്റ് ശ്രീ സാബു എം ജേക്കബ് സാറിനെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. I welcome both of you to the stage. हेलो, आज मैं समझता हूं कि केरला के लिए एक बहुत सुनहरी दिन है, बहुत इम्पोर्टेंट दिन है, जब आम आदमी पार्टी और 2020 पार्टी का अलायंस होने जा रहा है. ये अलायंस आम आदमी पार्टी और 2020 पार्टी का नहीं है. ये अलायंस केरला के 4 करोड़ लोगों का अलायंस है. हमें 4 करोड़ लोगों को के साथ मिलके एक नया केरला बनाना है. जैसे दिल्ली को बदला, पंजाब के लोगों ने मौका दिया, वैसे ही अब केरला को भी बदलना है. तो केरला में अब
4 पॉलिटिकल अलायंस होंगे, एलडीएफ, यूडीएफ, एनडीए और हमारे अलायंस का नाम होगा पीपल्स वेलफेयर अलायंस। കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയൊരു അധ്യായം തുറന്നുകൊണ്ട് ജനക്ഷേമ സഖ്യം ഇന്നിവിടെ തുടങ്ങുകയാണ്, PWA. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ കേരള മണ്ണിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് PWAയുടെ ലക്ഷ്യം. ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇതോടെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂരിതമായ ചരിത്ര നിമിഷങ്ങൾക്കാണ് ഈ ജനസംഗമം സാക്ഷ്യം വഹിച്ചത്. കേരളത്തെ വികസനത്തിന്റെ വിഹായസിലേക്ക് നയിക്കാൻ എന്നും ജനക്ഷേമ സഖ്യം ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഈ ജനസംഗമത്തിന്റെ ഒരു സ്നേഹോപഹാരം ശ്രീ അരവിന്ദ്ജിക്ക് സമർപ്പിക്കുന്നതിനായി 2020 പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ സാബു എം ജേക്കബ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി, ഇന്ന് നമുക്കറിയാം ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാലാവസ്ഥ എന്താണെന്ന്. പ്രകൃതി പോലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോ ജനങ്ങളെയും, ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെയും 2020 പ്രവർത്തകരെയും മാധ്യമ സുഹൃത്തുക്കളെയും കിഴക്കമ്പലം നിവാസികളെയും എല്ലാവർക്കും നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ജനക്ഷേമ സഖ്യം, ജനക്ഷേമ സഖ്യം, 2020 AAP സഖ്യം, 2020 AAP സഖ്യം, 2020 സിന്ദാബാദ്, 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 2020 സിന്ദാബാദ്, 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 ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, 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 ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, 2020 സിന്ദാബാദ്, 2020 സിന്ദാബാദ്, ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, ജനക്ഷേമ സഖ്യം സിന്ദാബാദ്, ജനക്ഷേമ സഖ്യം സിന്ദാബാദ്, 2020 AAP സഖ്യം സിന്ദാബാദ്, 2020 AAP സഖ്യം സിന്ദാബാദ്, 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 2020 സിന്ദാബാദ്, 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 2020 സിന്ദാബാദ്. ജനസംഗമത്തിന്റെ ഔപചാരിക ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങ് വിജയമാക്കാൻ സഹായിച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദേശീയ ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാൻ ഏവരോടും അഭ്യർത്ഥിക്കുന്നു.